ജയസൂര്യ, ഇടവേള ബാബു, മണിയൻപിള്ള രാജു, ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് VS ചന്ദ്രശേഖരൻ, കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ. മുകേഷിന് പുറമെ ഇത്രയും പേർക്കെതിരെ കൂടിയാണ് മീനു മുനീർ പരാതി നൽകിയത്. പ്രത്യേകം പരാതികൾ ഇമെയിൽ മുഖേന അന്വേഷണ സംഘത്തിന് കൈമാറിയെന്ന് നടി അറിയിച്ചു. ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് വന്ന് പിണറായി സാർ പറയുന്നത് കേട്ടപ്പോഴാണ്. ഏതെങ്കിലും സ്ത്രീകൾ അറ്റാക്ക് അങ്ങനെ ആക്രമിക്കപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുമ്പിൽ വന്ന് ഞങ്ങൾക്ക് പരാതി നൽകാം. എത്ര പ്രമുഖരായാലും ഞങ്ങൾ അതിനെതിരെ സ്ട്രോങ് നടപടിയെടുക്കും. ഇതാണ് എനിക്ക് ശരിക്കും ഉണ്ടായ ഒരു ഇൻസ്പിറേഷൻ. ബാബുരാജിനെതിരെയും ശ്രീകുമാർ മേനോനെതിരെയും ബലാത്സംഗ പരാതി ഉയർത്തിയ ജൂനിയർ ആർട്ടിസ്റ്റും ഇമെയിൽ മുഖേനയാണ് പരാതി നൽകിയത്. നിലവിൽ കേരളത്തിന് പുറത്തുള്ള യുവതി തിരിച്ചെത്തിയാലുടൻ മൊഴി നൽകുമെന്നും പറഞ്ഞു. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന ബാബുരാജിന്റെ ആരോപണവും യുവതി തള്ളിക്കളയുന്നു. അതൊക്കെ തികച്ചും വിരുദ്ധമാണ്. സിനിമാ മേഖലയിലെ ആരും എന്നെ സ്വാധീനിക്കില്ല. കാരണം ഞാൻ നിലവില് സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളല്ല. അത് അന്നേ ഉപേക്ഷിച്ചതാണ്. ഇപ്പോ എനിക്ക് എന്റെ ഹസ്ബൻഡും ഞാനും മാത്രമേ ഉള്ളൂ. വേറെ ആരുടെ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ആരും പ്രേരിപ്പിച്ചിട്ടോ പൈസ തന്നിട്ടോ ഒന്നുമല്ല. എങ്ങനെ വേണമെങ്കിലും അയാൾക്ക് അന്വേഷിക്കാവുന്നതാണ്. മീനു മുനീർ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ നുണയാണെന്ന് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് VS ചന്ദ്രശേഖരൻ പ്രതികരിച്ചു. പാർട്ടി നേതൃത്വത്തെ തന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും ചന്ദ്രശേഖരൻ അവകാശപ്പെടുന്നു. അപ്പോൾ ഇതിന്റെ പുറകിൽ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇതിന്റെ പുറകിൽ രാഷ്ട്രീയപരമായ നീക്കങ്ങളുണ്ട്. അത് എന്താ പറയുക, സംഘടനാപരമായ എതിരായിട്ടുള്ള നീക്കങ്ങളുണ്ട്. വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രൊഫഷണലായ ജലസിയും പ്രൊഫഷണലായ എതിർപ്പുകളുണ്ട്.